ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക വരുന്ന വഴിയിൽ വെച്ച് ചന്ദ്രയും വിഷ്ണുവും കൂടി തടയുകയാണ്. എന്നിട്ട് ചന്ദ്ര ദേഷ്യത്തിൽ ദേവികയോട് പറയാണ്, നീ കാരണമാണ് സിദ്ധു എന്നെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ ഞാനത് സമ്മതിച്ചിട്ടൊന്നുമില്ല. സിദ്ധുവും നീയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പുച്ഛഭാവത്തോടു കൂടി ദേവിക പറയാണ്, അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നീയും ഒരു വക്കീല് തന്നെയല്ലേ? അത് ശരി, അപ്പോൾ നീ ഡിവോഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷയിലാണല്ലേ നീ നടക്കുന്നത്? അപ്പോഴത്തേക്കും അവിടെ നാട്ടുകാർ കൂടുകയാണ്. എന്നിട്ട് ചന്ദ്ര ദേവികയെ വഷളാക്കാൻ വേണ്ടി, എല്ലാവർക്കും മുന്നിൽ മോശക്കാരിയാക്കാൻ വേണ്ടി ഒച്ച എടുത്തുകൊണ്ട് പറയുകയാണ്, ഇവള് എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, ഇവള് കാരണമാണ്. എന്നെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ഭർത്താവ് നോക്കുന്നത്. എല്ലാം ഇവൾ ഒറ്റൊരുത്തി കാരണമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേവികയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ദേവികയെ മോശക്കാരിയാക്കാൻ വേണ്ടി ചന്ദ്ര നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക ഒച്ച എടുത്തുകൊണ്ട് പറയണേ, മതി, നിർത്ത്. ഇല്ലടി, ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല. കേട്ടില്ലേ, ഇവളെ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തും. ഇവള് കാരണമാണ് എൻ്റെ ഭർത്താവ് ഇതുവരെയും എന്നോടൊന്നും സ്നേഹത്തിൽ പോലും സംസാരിച്ചിട്ടില്ല. എല്ലാത്തിനും കാരണം ഇവളാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരുമോ എന്നൊക്കെ നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് ചന്ദ്ര പറയുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് സിദ്ധു വരികയാണ്. അപ്പോൾ ചന്ദ്രയും വിഷ്ണുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധുവിനെ കണ്ടപ്പോൾ, കണ്ടില്ലേ, ഇവനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞതോടുകൂടി, മതിയടി, നിർത്ത്, നിന്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറയണം, അല്ലാതെ ഇവിടെ വന്ന് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചല്ല പറയേണ്ടത്. തിരിച്ചു നിന്നെ നാറ്റിക്കാനും എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ എപ്പോഴും ഇവന്റെ കൂടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടല്ലോ, അത് നീ നല്ല പരിവൃത ആയതുകൊണ്ടാണോ? നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ നിന്നെ ഇവരെല്ലാവരും പച്ചക്ക് കത്തിക്കും. നിനക്കറിയാവുന്ന എല്ലാ നാരെ കളികളും നീ കളിച്ചോ. അത് എങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം. വാ ദേവികെ എന്ന് പറഞ്ഞ് സിദ്ധു ദേവികയും കൂട്ടി ഇവിടെ നിന്ന് അങ്ങ് പോവാണ്. അതോടുകൂടി വിഷ്ണുവിനും ചന്ദ്രയ്ക്കും ഉത്തരം മുട്ടി പോവുകയാണ്. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള ഭാവത്തിൽ പിന്നീട് വിശാലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിശാലിന്റെ അടുത്തേക്ക് പോലീസ് ചെല്ലാണ്. നീ എന്തിനാണ് ശരത്തിനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ശരത്തിനെ ഞാൻ അടിച്ചെന്നോ? ആരാ സാറ് ഈ കള്ളപ്പരാതി തന്നത്? അല്ല, ആരാണ് ഇരുട്ട്? ഞാനാണ് സാർ ഇരുട്ട്. നീ എന്താ ഇവിടെ? വിശാല്, എനിക്കൊരു സഹായത്തിന് വേണ്ടി വിളിച്ചതാണ് സാർ. അല്ല, നീ എന്തിനാണ് ശരത്തിനെ അടിച്ചത്? ശരത്തിനെ ഞാനൊന്നും അടിച്ചിട്ടില്ല, ഇത് കള്ളപ്പരാതിയാണ് സാർ. ഞാനിവിടെ എൻ്റെ BP ഷൂട്ടപ്പ് ആയതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയത്. അപ്പോൾ അവനെ അടിച്ചത് എപ്പോഴാണെന്ന് അവൻ പറഞ്ഞത്? അവന് വൈകിട്ടാണെന്നാണ് പറഞ്ഞത്. അതിന് ഞാനിവിടെ 4 മണിയാകുമ്പോൾ തന്നെ ഞാനിവിടെ അഡ്മിറ്റ് ആണല്ലോ. നീ സാറിന് വിശ്വാസമില്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ റെക്കോർഡൊന്ന് പരിശോധിച്ച് നോക്ക്. അല്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ അവനെ വെറുതെ അടിക്കുന്നത്? പക്ഷേ അങ്ങനെയല്ലല്ലോ ശരത്ത് തന്ന പരാതി, ഇത് കള്ളപ്പരാതിയാണ്. ഒന്നല്ലെങ്കിൽ അവന് അടി കിട്ടിയപ്പോൾ അവൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അല്ലാതെ എനിക്ക് അവനെ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ പോലീസ് പറയണേ, നീ ഇപ്പോൾ പറഞ്ഞത് നുണയാണെന്നുള്ളത് നാളെ ഞങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇങ്ങനെ ആവില്ല നിന്നോട് പെരുമാറുക. ഇല്ല സാറേ, അങ്ങനെ നുണയൊന്നുമല്ല ഞാൻ പറയുന്നത്. സാറിന് എന്തായാലും ഇനി എന്നെ കാണാൻ വരേണ്ടി വരില്ല എന്ന് കേട്ടിട്ടാണ് പോലീസ് അവിടെ നിന്നും അങ്ങ് പോകുന്നത്. അങ്ങനെ വിശാലിനോട് ഇരുട്ട് പറയണേ, സാറിൻ്റെ ബുദ്ധി അപാരം തന്നെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചത് എന്നൊക്കെ പറയട്ടോ. പിന്നീട് തങ്കച്ചി നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്. എന്നിട്ട് കൂട്ടുകാരനെ നല്ല സമർത്ഥമായിട്ട് രക്ഷിച്ചെടുത്തല്ലോ. എന്താ തങ്കച്ചി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. അറിയാത്തതുപോലെ നീ അഭിനയിക്കൊന്നും വേണ്ട. ശരത്തിനെ അടിച്ചത് വിശാലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നിട്ട് ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ കള്ള റെക്കോർഡ് ഉണ്ടാക്കി 4 മണിക്ക് അഡ്മിറ്റായി എന്നുള്ളത് വരുത്തി തീർത്ത്. ഇതെല്ലാം നിന്റെ ബുദ്ധിയാണല്ലേ? അത് കേട്ടപ്പോൾ, ഇല്ലല്ലോ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു ഡോക്ടർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ശരത്ത് എൻ്റെ ആളാണ്. അവനെ തൊട്ടാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. നിരഞ്ജൻ പറയണ, അത് ശരിയാണ്, ഡോക്ടർക്ക് ചേർന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ തങ്കച്ചിയോട് എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ പേഴ്സിൽ മയക്കുമരുന്ന് കൊടുന്നു വെക്കുന്നത് അത് ശരിയായ കാര്യമാണോ? ശരത്തിനെ ഉപയോഗിച്ച് തങ്കച്ചി അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതും ഞാൻ ചെയ്തിട്ടില്ല. എന്തു പറ്റി തങ്കച്ചി? നിങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിയുള്ളതോ എന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങൾക്ക് ശരത്തിന് കിട്ടിയത് ഒരു പാഠമാക്കിയെടുത്ത് ഇനിയെങ്കിലും നന്നാവാൻ വേണ്ടി നോക്കിക്കും. ഞാനും 7-8 കൊല്ലം പുസ്തകം പഠിച്ചുകൊണ്ടാണ് ഞാനൊരു ഡോക്ടറായത്. അല്ലാതെ നിങ്ങളെപ്പോലെ 10ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ MD എടുത്ത് എനിക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കണക്കിലെടുത്ത് ഇനിയെങ്കിലും നിങ്ങൾ നന്നായിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ശരത്തിന് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടുമെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചും. അപ്പോൾ തങ്കച്ചി പറയണേ, എന്നെ ഇങ്ങ് തൊടാൻ വാ, നിനക്ക് ഈ തങ്കച്ചി ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിരഞ്ജൻ പറയണേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനേക്കാളും
വലുതായിട്ട് എനിക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. അതുകൊണ്ട് നിങ്ങൾ ഇനി നന്നായാൽ നിങ്ങൾക്ക് നന്ന്, അല്ല എന്നുണ്ടെങ്കിൽ ശരത്തിന് കിട്ടിയതുപോലെ നിങ്ങൾക്കും ഇനി കിട്ടും എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ തങ്കച്ചിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കണം. നിരഞ്ജനെ ഞാൻ വെറുതെ വിടില്ല, അവനിട്ട് ഒരു പണി കൊടുക്കണം എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പിന്നീട് നിരഞ്ജൻ്റെ അമ്മ പൊന്നുമണിയെ തെരഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് ഉറക്കെ വിളിക്കുകയാണ്, പൊന്നുമണി നീ എവിടേക്കാ പോയത്? വീട് മൊത്തത്തിൽ തെരഞ്ഞു നോക്കുകയാണ്. അപ്പോഴൊന്നും പൊന്നുമണി അവിടെ ഇല്ല എന്ന് മനസ്സിലാവാണ്. അങ്ങനെ പൊന്നുമണിയുടെ ഫോണിലേക്ക് പല തവണയായിട്ട് വിളിക്കുകയാണ്. അപ്പോഴൊന്നും ഫോണിലേക്ക് കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷനായിട്ടാണ് നിരഞ്ജൻ്റെ അമ്മ അവിടെ നിൽക്കുന്നത്. ഈ സമയം ദേവികയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ പ്രിയ ദേവികയോട് ഒരു വലിയ രഹസ്യം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ വിഷ്ണുവുമായിട്ട് വല്ലാതെ അടുക്കേണ്ട, വിഷ്ണു അത്ര ശരിയല്ല ആള്, വിഷ്ണു വക്കീലൊന്നുമല്ല കേട്ടോ, വെറുതെ കേസൊന്നും ഏൽപ്പിക്കാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോണ്. എന്താ പ്രിയ നീ പറഞ്ഞത്? അതെ, ഏട്ടൻ ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അവൻ വക്കീൽ ഭാഗത്തിന് പഠിച്ചിരുന്നു, പക്ഷെ അവൻ എക്സാം ഒന്നും പാസ്സായിട്ടില്ല, വലിയ ഉഴപ്പിനായിരുന്നു അത്രേ. പിന്നെ അവനുള്ള ദുശീലങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്നോട് ഏട്ടൻ പറഞ്ഞു അവനുമായിട്ട് അങ്ങനെ അടുക്കാനൊന്നും നിൽക്കണ്ട എന്ന്. പിന്നെ കാശിന് വേണ്ടി പലതും ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് കേസൊന്നും ഏൽപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ദേവിക അറിയാത്ത ഭാവത്തിൽ പറഞ്ഞു, അല്ല ഞാൻ അയാളെന്നെ ഒരു തവണ വക്കീൽ കൂട്ടൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടല്ലോ, എവിടെ വെച്ച്? കോടതിയിൽ വെച്ചാണ്. അതെ, അത് നാൾ മാറിയതായിരിക്കും. പിന്നെ കാശിന് വേണ്ടി പല തരികിടകളും ചെയ്യും. അതുകൊണ്ട് വല്ല തരികിടയും ഒപ്പിച്ചതാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഏട്ടൻ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. എന്തായാലും ഇനി അയാൾ എൻ്റെ അടുത്ത് ഭാഗ്യത്തിന് കടമൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അയാളുമായിട്ട് ഇനി അധികം സംസാരിക്കാനൊന്നും ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പ്രിയ പറഞ്ഞു കൊടുക്കുകയാണ് ദേവികയ്ക്ക്. അങ്ങനെ ദേവിക ഇതൊക്കെ കേട്ടപ്പോൾ അതിശയിച്ച് പോവാണ്. അപ്പോൾ വിഷ്ണു വക്കീലല്ല എന്നുള്ളത് കേട്ടപ്പോൾ ദേവിക്ക് നല്ല സന്തോഷമാവാണ്. അങ്ങനെ ദേവിക സിദ്ധുവിൻ്റെ ഫോണിലേക്ക് അപ്പം തന്നെ വിളിക്കുകയാണ്. എന്നിട്ട് സിദ്ധു എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഓഫീസിലുണ്ട്, എനിക്ക് വിഷ്ണുവിനെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്, എങ്കിൽ ഇപ്പം തന്നെ പറ. അല്ല, ഫോണിലൂടെ പറയുന്നില്ല, ഞാൻ നേരിട്ട് വന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക സിദ്ധുവിൻ്റെ ഓഫീസിലേക്ക് പോവാൻ കേട്ടോ. വീട് പൊന്നുമണി അക്ഷരം വീട്ടിലേക്ക് വരികയാണ്. നിരഞ്ജനെ കണ്ട് സംസാരിച്ച് മാപ്പ് പറയാൻ വേണ്ടി. പക്ഷേ നിരഞ്ജൻ അവിടെ ഇല്ല. അങ്ങനെ അക്ഷരയാണ് കാണുന്നത്. അക്ഷരയെ കണ്ടതോടുകൂടി അക്ഷര പൊന്നുമണിയെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്തിനാണാവോ ഇവിടേക്ക് വന്നത്? എനിക്ക് മാഷേട്ടനെ ഒന്ന് കാണണം. ഇല്ല, നീ ഇപ്പം ആരെയും കാണുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. നിന്നെ ഞാനൊരു അനിയത്തിയെ പോലെ കണ്ടത്, എന്നിട്ട് നീ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി നോക്കി, അതും കുറച്ച് കാശ് കിട്ടുമെന്ന് കണ്ടപ്പോൾ നീ ഇനി ഞങ്ങളോടൊന്നും സംസാരിക്കേണ്ട, നിനക്കിനി മാപ്പും തരില്ല, നിനക്ക് മാപ്പ് തന്നാലേ ഈശ്വരൻ പോലും ഞങ്ങളോട് ക്ഷമിക്കില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് അക്ഷര പൊന്നുമണിയെ ആട്ടി ഇറക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ. അപ്പോൾ പൊന്നുമണി ഇങ്ങനെ കരയുകയാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് അപ്പച്ചി വരികയാണ്. അപ്പോൾ അപ്പച്ചി പറയുന്നത്, നിന്നോടല്ലേ അക്ഷര പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ, ഇനി ചൂലെടുക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പൊന്നുമണിയെ അവിടെ നിന്ന് ഒരക്ഷരം പോലും പറയുന്നത് കേൾക്കാതെ അവരൊക്കെ ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ പൊന്നുമണി കരഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പച്ചിക്ക് ഇങ്ങനെ പൊന്നുമണി കരഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ, അല്ല മോളെ, നമ്മൾ അവളോട് വല്ലാതെ മോശമായി സംസാരിച്ചില്ലേ, ഇനിയിപ്പോൾ അവൾ ഈ ഒരു സങ്കടത്തിൽ വല്ല കടുങ്കൈ ചെയ്യുമ്പോണാവോ, നീ എന്തായാലും അവളെ പോയി ഒന്ന് ആശ്വസിപ്പിക്കുക, എന്നിട്ട് അവളോട് സംസാരിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറകെയാവും പിന്നെ അടുത്ത വയ്യാവേലി, നീ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞ് പൊന്നുമണിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പൊന്നുമണി ഫോൺ എടുക്കുന്നില്ല. അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പച്ചി വെറുതെ എന്നെ പേടിപ്പിച്ചു. ഞാൻ പേടിപ്പിച്ചതല്ല, ഇനിയിപ്പോൾ അവളിപ്പോൾ നല്ല കുറ്റബോധമുള്ളത് കൊണ്ട് അവൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും പെരുമാറിയ സ്ഥിതിക്ക് വല്ല കടുകൈ ചെയ്യുമ്പോൾ നീ ഒന്ന് അവളെ കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞ് പൊന്നുമണിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന സമയത്താണ് ജയശങ്കർ അവിടേക്ക് വരുന്നത്. അപ്പോൾ ജയശങ്കർ പറയണേ, നീ ഇപ്പോൾ എവിടേക്കും പോവണ്ട, നിങ്ങൾ ആദ്യം ഒരു വാക്കിൽ സ്ഥിരമായി നിൽക്കാൻ നോക്കുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടണ്ട. ഇല്ല, ഡാഡി പറയുന്നത് ഇപ്പോൾ കേൾക്കില്ല, അവളെന്തേലും കടുകൈ ചെയ്യുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൊന്നുമണിയുടെ അടുത്തേക്ക് അക്ഷരങ്ങച്ച് പോവുകയാണ്. അപ്പോൾ കാഞ്ചന പറയാണ്, ഏട്ടൻ പറയുന്നത് പോലെയല്ല, അവളെങ്ങാനും ആത്മഹത്യ എന്തെങ്കിലും ചെയ്താലേ പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ കൂടി വയ്യാവേലിക്ക് തൂങ്ങേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ അക്ഷരയെ അവിടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയട്ടെ. അങ്ങനെ ജയശങ്കർ ഇവർക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, എല്ലാത്തിലും പേടിയാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ജയശങ്കർ നിൽക്കുന്നത്. അങ്ങനെ പൊന്നുമണി പോകുന്ന വഴിയിൽ വെച്ച് തങ്കച്ചിയെ കാണുകയാണ്. എന്നിട്ട് തങ്കച്ചി പറയണേ, നീ ഇപ്പോൾ എന്തിനാണാവോ അവിടേക്ക് പോയത്? ഞാൻ മാഷേട്ടനെ കാണാനാണ്. എന്നിട്ട് എന്ത് പറ്റി? കാണാൻ പറ്റിയില്ലേ? കാണാൻ സമ്മതിച്ചില്ലേ? ഇല്ല, കാണാൻ സമ്മതിച്ചില്ല. പൊന്നുമണി, ഇനി ആരോടും വെറുതെ മാപ്പ് പറയാനൊന്നും നിൽക്കണ്ട, അവർ നിന്നോട് ചെയ്തത് വലിയ തെറ്റില്ലേ, അവരല്ലല്ലോ എന്നോട് തെറ്റ് ചെയ്തത്, ഞാനല്ലേ അവരോട് ചതി ചെയ്തത്. അപ്പോൾ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക്, നീ കാശില്ലാത്തവൾ ആയത് എന്തുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്? സന്തോഷവും സമാധാനവും സുഖത്തിനും വേണ്ടിയല്ലേ,
അസുഖത്തിന് ഒരു പരിധിവരെ കാശ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നീ ചിന്തിച്ചു നോക്കി, അതിന് കാരണക്കാരാരാണെന്നുള്ളത് നീ ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ആദ്യം കാറിൽ കയറാൻ നോക്ക് എന്ന് പറഞ്ഞ് പൊന്നുമണിയെ ബ്രെയിൻ വാഷ് ചെയ്ത ശേഷം തങ്കച്ചി കൊണ്ടുപോവാണ്. നീ എന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി, ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊന്നുമണിയെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് കൃത്യസമയത്ത് ദേവിക എത്താണ്. അപ്പോൾ കാറിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ദേവിക ഒച്ച എടുത്തുകൊണ്ട് എടി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒച്ച കേൾക്കുന്ന ഭാഗത്തേക്ക് തങ്കച്ചിയും പൊന്നുമണി നോക്കുകയാണ്. അങ്ങനെ ദേവിക അവരുടെ അടുത്തേക്ക് ചെല്ലണം. എവിടേക്കാണടി പൊന്നുമണി പോകുന്നത്, അതും ഇവരോടൊപ്പം? ഇവരുമായിട്ട് ഒരു കൂട്ടുകെട്ടും പാടില്ല എന്നുള്ളത് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? നീ ഇപ്പോൾ ഇവരോടൊപ്പം പോവേണ്ട, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ദേവിക പൊന്നുമണിയുടെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അത് തങ്കച്ചി അങ്ങ് തടയുകയാണ്. ഇല്ല, നിനക്കിപ്പോൾ അവളെ കൊണ്ടുപോകാൻ കഴിയില്ല, എന്നോടൊപ്പമാണ് പൊന്നുമണി വരുന്നത്. ഇല്ല, അത് പറയാൻ നിങ്ങൾ ആരാണ്? പൊന്നുമണിയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ തീരുമാനമെടുക്കണ്ട എന്ന് പറഞ്ഞ് ദേവിക വീണ്ടും പൊന്നുമണിയെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും തങ്കച്ചി അങ്ങ് തടയുകയാണ്. എന്നിട്ട് പൊന്നുമണിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് അക്ഷര വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.